ISL ക്ലബായ മുംബൈ സിറ്റിയുടെ ഇന്ത്യൻ താരമായ ബിപിൻ സിംഗിനെ സ്വന്തമാക്കാൻ കുറെ നാളുകൾ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളാണ് കുറച്ച് നാളുകളായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു മാർക്കസ് മുർഗലോവ് പിന്നീട് അപ്ഡേറ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് ആശിഷ് നിക്ക് പറഞ്ഞ പ്രകാരം ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില ISL ക്ലബ്ബുകൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് പുറമെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആശിഷ് നിക്ക് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബിപിൻ സിംഗ് ഏത് ക്ലബ്ബിലേക്കാണ് ഇനി ചേക്കേറുന്നത് എന്നുള്ളൊരു കാര്യം ആരാധകർക്കിടയിലെ ഒരു സംശയം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ മാർക്കസ് മുർഗലോവ് തന്നെ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുള്ളത്. ബിപിൻ സിംഗ് അടുത്തതായി ഏത് ISL ക്ലബ്ബിലേക്കായിരിക്കും ചേക്കേറുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഒരു ആരാധകർ മാർക്കസ് മുർഗലോവോട് ചോദിച്ചത്. അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ ബിപിൻ സിംഗ് ഒരു ടീമുമായിട്ടും ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും മുംബൈയിൽ തന്നെ തുടരുകയാണ്. ഇതുവരെയും അദ്ദേഹം ഒരു ക്ലബ്ബുമായി ഒപ്പുവെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുൻപന്തിയിലുള്ളത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുർഗലോവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു മുമ്പ് മാർക്കസ് മുർഗലോവ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ബിപിൻ സിംഗിനെ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ഇപ്പോൾ മുൻപന്തിയിലുള്ളത് ഈസ്റ്റ് ബംഗാളാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുർഗലോവ് വ്യക്തമാക്കുന്നത്. എന്തായാലും ISL മികച്ച താരങ്ങളെയെല്ലാം ഈസ്റ്റ് ബംഗാൾ ഇത്തവണയും കൂടാരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല. നല്ല താരങ്ങൾ വന്നിട്ട് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല എന്നത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബിപിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയില്ല. പകരം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്കായിരിക്കും എത്താൻ സാധ്യതകൾ കാണുന്നത്. ഇനി ഈസ്റ്റ് ബംഗാളിനെ മറികടന്നുകൊണ്ട് മറ്റേതെങ്കിലും ISL ക്ലബ്ബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. എന്തായാലും ഇതുപോലത്തെ കൂടുതൽ ഷോർട്സ് വീഡിയോയ്ക്കായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.